ആ ഹലോ ബ്രോക്കറാ? ആ വസ്തുവാ? അതെ, ഭാര്യയുടെ അച്ഛൻ്റെ പേരുള്ള വസ്തു. ആ കുറച്ച് കഴിഞ്ഞ് എൻ്റെയും അവളെയും പേരിൽ എഴുതി തരും. അതിന് വിൽക്കാനാ? ആര് പറഞ്ഞ്? വസ്തു ഒന്നും വിൽക്കണില്ല. ശ്രീകുട്ടനാ? ആ എൻ്റെ അളിയൻ തന്നെ. ആ നിങ്ങളുടെ പേരെന്തോന്നു? എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി? ഇല്ല ഇല്ല, വസ്തു വിൽക്കണില്ല. ഇല്ല, ഇയാളെ വച്ചിട്ട് പോ. നീലോ, ഇടി നീലോ, ചത്താടി നീ. എന്താ എന്തിനാ ഒച്ച വെക്കണേ? അടിച്ച് കണക്കുറ്റി പോയിച്ചളയും. ശബ്ദം താഴ്ത്തി സംസാരിക്കും. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? കുട്ടമ്പിള്ള ഇല്ലേ, കുട്ടമ്പിള്ള, അയാൾ തന്നെയടി നിന്നെ തന്ത. ആവശ്യമില്ലാത്ത വിരള് ചൂണ്ടിയാ വിരളിനെ ഞാൻ ഓടിക്കും. എന്റെ പൊന്നച്ഛ, നേരം വെളുക്കാൻ നോക്കിയിരിക്കണോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? അല്ലെങ്കിൽ തന്നെ ഇവിടെ എപ്പോഴും വഴക്കാ. എന്റെ പൊന്നു മക്കളെ, അച്ഛൻ വഴക്കുണ്ടാക്കണതിന് തക്കതായ കാരണമുണ്ട്. ഇപ്പൊ എന്താ അച്ഛന്റെ കാരണം? എന്റെ മറവിൽ ഇവിടെ ആരും കരുക്കള നീക്കണ്ട. ബാലു അത് കണ്ടുപിടിക്കും. വീട്ടുകാർക്ക് ബാലുവിനെ വേണ്ട, പക്ഷെ നാട്ടുകാർക്ക് വേണം. എന്റെയും നിന്റെയും പേരിൽ എഴുതിത്തരാന്ന് പറഞ്ഞ ആ 80 സെന്റ് നീ ഇപ്പൊ കച്ചവടം അടിക്കാൻ പോണ. അതാണോ അത്? നീ ഉരുണ്ട് കളിക്കണ്ട എടി. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കെട്ടാനല്ലേടി. അതിന്റെ സാമാന്യ മര്യാദ നീ കാണിക്കാത്തത് നിന്റെ വീട്ടുകാരെ കാണിക്കില്ല. എന്റെ ബാലു കുടുംബ വീടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ നോട്ടീസ് വന്നു കിടക്കാം. അപ്പൊ ഈ സ്ഥലം വിട്ടിട്ട് അതിന്റെ ബാധ്യത അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു. അതിന് ഈ സ്ഥലം കണ്ടോളാ, വേറെ ഒന്നും കണ്ടില്ല നീ. എന്നോട് അച്ഛൻ ഇത് പറഞ്ഞപ്പോ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു ബാലുവിനോട് സംസാരിക്കുക, എന്നിട്ട് തീരുമാനിക്കേ. അച്ഛൻ പറഞ്ഞ 2 ദിവസം കഴിയുമ്പോ ബാലുവായിട്ട് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ആ സ്ഥലത്തിന് നല്ല വിലക്ക് ഇപ്പൊ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നീ എല്ലാം അറിഞ്ഞ്. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വന്ന് സംസാരിക്കും, അപ്പൊ തീരുമാനിക്കേ. അപ്പൊ തീരുമാനിക്കും. അച്ഛ പോട്ടിച്ചാ എടാ, നിങ്ങൾക്കും കൂടെ അനുഭവിക്കാനുള്ള സ്വത്താണ് ഈ പന്ന കള്ള് എഴുതിയിരിക്കുന്നത്. നാട്ടിൽ എനിക്കൊരാളുള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം അറിഞ്ഞു. മക്കളെ ഞാൻ നിൽക്കില്ല, എന്റെ നാക്ക് ചൊറിഞ്ഞു വരെയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കാൻ കൊണ്ട്. എടി നിനക്ക് ഒരു സ്നേഹമില്ലാതെ പോലെടി. മൊത്താഭിനയാണ്, മൊത്താഭിനയം. ഇതെന്തൊരു ശല്യം? ഒരു ശല്യമില്ല, അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അതിബുദ്ധി കാണിച്ചല്ലേ അനുഭവിച്ചോ? അതെ, അതിബുദ്ധിയാ. നിനക്കെന്താ പ്രശ്നം? പ്രശ്നം ഒരു സോയം തരുന്ന പണ്ടാരം പിടിക്കാൻ. അച്ഛാ, അച്ഛൻ എന്താ ഇവിടെ കുത്തിയിരിക്കണേ? നീ പോടേ, അകത്ത് വല്ല ചായ കാപ്പിയാലും കൂടി പോ. നീ പോടാ, ഞാൻ പോവാം. ഞാൻ പോവാണേ. പോരാ. ഹലോ, എന്ത് രാവിലെ പാറപ്പുറത്ത് കയറിയിരിക്കുന്നത്? വായില്ല കുന്നിലപ്പനെ പോലെ. വെറുതെ ഇരിക്കണേ. ഭാര്യ മക്കളും കൂടെ രാവിലെ അടിച്ചിറക്കിയ? വേണമെങ്കിൽ അങ്ങനെ പറയാം. അതെങ്ങനെയാണടേ? നമ്മളെപ്പോലെ ജോലിയും കൂലിയില്ലാത്ത ഭർത്താക്കന്മാര് എന്നും കുടുംബത്തിനൊരു അധികം പറ്റാണ്. ഇപ്പൊ ശരിക്കും എന്തൊരു പ്രശ്നം? പ്രശ്നം പറയണമെങ്കിൽ കുറെ ഉണ്ടടാ. നീ എവിടെ പോണു? നമ്മളെ ഭാര്യയുടെ സഹോദരൻ വന്നു. അപ്പൊ 2-3 ഫുള്ള് കൊണ്ടുവന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ചു, ഞാൻ ഒരെണ്ണം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരെണ്ണം കൊണ്ട് കൊടുക്കുകയല്ലേ, അപ്പൊ അത് നമുക്ക് 2 അടിക്കാല്ല. രാവിലെ തുടങ്ങിയ? ഇല്ല, പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ആദ്യം കുറച്ച് പാചകമൊക്കെ ഉണ്ട്. നീ പറഞ്ഞെങ്കിൽ വാ. ഞാൻ വന്ന് ശരിയാവില്ലടാ. വാടാ, 2 സ്മാൾ അടിക്കാടാ, മനോവിഷമൊക്കെ മാറൂടാ. നീ പോ. ഒരു ഫുള്ളല്ലേ ഉള്ളൂ, ഞാൻ കൂടെ എന്താ തികയൂ? തികയൂല. ഇത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചില്ലറയും കൂടെ ഇട്ടാ അടുത്തതും കൂടെ എടുത്ത് അടിക്കാം. എങ്കിൽ സംഗതി ജോളിയാവും. നീ മനസ്സറിഞ്ഞ് വിളിച്ചല്ലേ? പോവല്ലേ? പറഞ്ഞെങ്കിൽ വാ. സാധനം അത് സാധനം ഘടാകടിയൻ. നിങ്ങളെ കിട്ടിയ ശ്രീധനം തരുമോ അള്ളിയ? ഞാൻ വച്ചോളാം. വാ. അത് ശരി, പടം വരച്ചിരിക്കുകയാണോ? പഠിക്കുന്നില്ലേ രണ്ടുപേരും? എന്റെ അമ്മ പ്ലീസ് ഇതൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് പഠിക്കാം. രാവിലെ ഇവിടുന്ന് ചാടിത്തുള്ളിപ്പോയി നിങ്ങൾ അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. അത് ശരിയല്ലോ. എന്തേ അച്ഛൻ? എനിക്കറിയില്ല. അമ്മ, അച്ഛൻ മൊബൈൽ എടുത്തിട്ടാണോ പോയേ? ഒരു പിടിയില്ല. അമ്മ അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ വരട്ടെ. ശിവ, ശിവ. അമ്മ, അച്ഛൻ കുടിച്ചിട്ടോ? അയ്യോ എന്റെ ഈശ്വരൻ. എന്റെ അമ്മ, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനും ഓടിക്കോ. ശിവ എവിടെ? ശിവ എവിടെയെന്ന്? നീളെ വിറ്റ ശരി വിശക്കണ്. ചോറായ? ആയിക്കൊണ്ടിരിക്കണേ ഉള്ളു. പതുക്കാ മതി. വച്ച് വൈ. മറ്റൊന്ന് നിന്റെ അച്ഛൻ കുട്ടമ്പിള്ള വരുമല്ലേ, അങ്ങനെയൊക്കെ എടുത്ത് കൊടു.
എന്തിനാ ബാലു പിന്നെ കുടിക്കാൻ തുടങ്ങി? ആ അങ്ങനെ കേറി വാ. എന്തിനാണ് കുടിച്ചത്, എപ്പോഴാണ് കുടിച്ചത്, ആരെവിടെയാണ് കുടിച്ചത്? ചോര് ചോര്, നീ എന്റെ ഭർത്താവല്ലേ? ചോര്. മുമ്പ് ഇതുപോലെ കുടിച്ചു ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് എന്റെ പിള്ളേരെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞ്, നീലു ഇനി കുടിക്കില്ല എന്ന്. നീ ആരടേ നീ? ഞാൻ ഒരുപാട് നാളുകൊണ്ട് വാങ്ങി വെച്ചേക്കാണ്. നീ എന്നെ തലേ കയറി ഞരങ്ങണ തള്ളേ മക്കളും കൂടെ. എടീ ഞാൻ കുടിച്ചല്ല, നീ എന്നെ കുടിപ്പിച്ചേന്. അവളെ വസ്തു വയ്ക്കാൻ പോവാണ്. നോക്കല്ലേ, നോക്കൂ, കത്തിച്ചള ഞാൻ. നിന്റെ ഒരു തണ്ടല്ല വാഴക്കുടം തണ്ടി, കഴുകടമായി കൃഷി തണ്ടി. അവനാണ് എല്ലാത്തിനും കാരണം. എനിക്ക് ഒരു തരി മണ്ണ് കിട്ടാൻ പാടില്ല, അതാണ് അവന്റെ ലക്ഷ്യം. അയ്യാ പന്നാര അളിയായി അവന്റെ ഉപദേശം കാണണം. അളിയാ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്, അതുവഴി പോകരുത്, ഇതുവഴി പോ, തുമ്മരുത്, മുക്കരുത്, തൂറരുത്. അവൻ ആരുടെയായി? അവത്തൊരു പോച്ചേ, എനിക്ക് അടുക്കള പണി. നീ എവിടെ പോണടി? നീ ആരെ മുമ്പേടി നീ ഷോ കാണിക്കണേ? വാ, അവക്ക് ഭയങ്കര ജോലി, വീട്ടില് ജോലി, ഓഫീസിൽ ജോലി, ഭയങ്കര ജോലി അവക്ക്. അവളെ പോക്ക് കാണണം. നിർത്തിക്കോണം, നീ നിർത്തണം. കെട്ടിയ മാപ്പിളക്കാല് പൊങ്ങി നടക്കാൻ വേണ്ടി ഹൈയിൽ ചെരുപ്പിട്ടുണ്ട് അവളെ നടപ്പ്. ഇനി നാണം ഉണ്ടാടി, 5 മകളെ തള്ളല്ലേടി നീ, നാണം ഉണ്ടാണെങ്കിൽ. പോയി കിടക്കച്ചാ. പോടി, പോ, കയറി പോ. ആരങ്ങട്ട് ആരെ സാധനം ഇരിപ്പുണ്ട്. ഇനി ഫുൾ ടൈം വെള്ളമടിയാണ്. ഞാൻ സന്തോഷിക്കട്ടെടി, എനിക്ക് തരാനുള്ള വസ്തുവൊക്കെ വിൽക്കാൻ പോവില്ലേ? ഞാൻ സന്തോഷിക്കട്ടെ. ശിവോ, കേശവേ, ശിവ, എന്നെ ഉറക്കാന്ന് വിചാരിച്ചേടാ. അച്ഛൻ അങ്ങനെ ഉറങ്ങൂല, പെട്ടെന്ന് ഉറങ്ങൂല. അച്ഛൻ ചത്താലും എണീറ്റ് വരും. അയ്യോ നീലുവേ, ഒരു വെള്ള പേപ്പർ ഇട്, ഞാൻ ഒപ്പിട്ട് തരാം. ഡൈവോഴ്സ് നോട്ടീസ് ഞാൻ ഒപ്പിട്ട് തരാം. കാലി കയറ്, കാലി കയറ്, അങ്ങനെ കയറ. ശിവ, നിനക്ക് കാലി കയറാനല്ലേ കുഴപ്പമുള്ളൂ, കൈ കയറാല്ലേ? ഇല്ലേ, കൈ കയറാം. എനിക്ക് വിശക്കണേ, ചോറിടേ, ചോറിടേ.